ഹായ് ഹലോ. ഞാൻ അത്ര ബ്യൂട്ടിഫുൾ ഒന്നും അല്ല, എനിക്കറിയാം. നിങ്ങൾ എന്നെ പൊക്കി പറയുന്നതാണ്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, നല്ല കമൻറ്റുകൾക്കൊക്കെ. ഹായ്. പിന്നെന്താ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ഇവിടെ നല്ല മഴയാണ് കേട്ടോ, കാണാം എന്നെ. ഇന്ന് പതിവില്ലാത്ത മഴ, എന്താണെന്നറിയില്ല. നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് എന്ന് പറയുമ്പം ബ്ലാക്കിനോട് പണ്ടേ ഒരു ഇഷ്ടമുണ്ട്, വൈറ്റിനോടും ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമുക്കൊരു ബ്രൈറ്റ് തരും, അത് മനസ്സിലായോ? ക്ഷമയോടുകൂടി എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ വ്യൂസിന് താങ്ക് യു. അതുപോലെ തന്നെ ഹിന്ദിക്കാർ കാണുന്നുണ്ട്, തമിഴുകാർ കാണുന്നുണ്ട്, ഒരുപാട് ഭാഷകൾ ആയിട്ടുള്ള എല്ലാവരും കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. ഇംഗ്ലീഷുകാർ, ഹിന്ദിക്കാർ, തമിഴുകാർ, തെലുങ്ക്, കന്നഡ, ഒരുപാട് സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. നല്ലൊരു അന്തരീക്ഷമുണ്ട് ഇവിടെ. മഴക്കാറും മഴയും കാറ്റും അതെല്ലാം പടച്ചവൻ്റെ അനുഗ്രഹമാണല്ലേ, അൽഹംദുലില്ലാഹ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അറബിയിൽ ഒരുപാട് വാക്കൊന്നും എനിക്കറിയില്ലെങ്കിലും അറബി വാക്കുകൾ ഭയങ്കര മാജിക്കാണ്, ഭയങ്കര മിറാക്കിളാണ്. അറബിയുടെ ഓരോ വേർഡുകളും നമ്മുടെ ഉമ്മ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, നിങ്ങളെ ഉമ്മമാർ പറഞ്ഞാന്ന് എനിക്കറിയില്ല, നീ ഏതിട്ടാലും നീ തന്നെയാന്ന് പറയും. ഞാൻ ഏതിട്ടാലും എന്നോട് പറയും നീ തന്നെയാണ്. പക്ഷെ എല്ലാവരെ പോലെ അങ്ങനെ ഉടുപ്പൊന്നും എടുത്തൊരുപാട് അങ്ങനെ പൈസയൊന്നും ഇതാക്കാറില്ല. നമുക്ക് വേണം ആവശ്യത്തിനല്ലേ. നീ ഏതിട്ടാലും നീ തന്നെയാന്ന് പറയും. അതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ട് ഓരോ ഡ്രസ്സുകൾ, ഉടുപ്പുകൾ അങ്ങനെയാണ്. അതൊന്നും അല്ലല്ലേ. ഒന്ന് കാണും നമ്മളെ, ഒന്ന് വേറൊന്ന് കാണും ആ പൈസ ഇട്ടിട്ട് അല്ലേ. ഓരോ രൂപയ്ക്കും അതിൻ്റേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് ഈ ലോകത്ത് ഇപ്പോൾ ജീവിക്കണമെങ്കിൽ. വിഷം ഉള്ള സാധനങ്ങളുമാണ് കൂടുതൽ.
100% നല്ല ക്വാളിറ്റി ഉള്ളതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. ഡ്രസ്സ് എടുക്കുന്നതിനെക്കാട്ടി നമ്മളെ ശരീരമല്ലേ നോക്കുന്നത്. ചിലവരൊന്നും വക വയ്ക്കത്തില്ല. അസുഖം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഡോക്ടർ പറയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ കാര്യമായിരിക്കും. നമ്മൾ പറയുമ്പോൾ ഒരു വിലയില്ല. അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മുറ്റത്തെ മുല്ലയ്ക്ക് മണം കാണില്ല എന്ന് പറയും. വേറൊരു ചൊല്ലും കൂടെ പറഞ്ഞുതരാം. ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ അല്ലെ നിങ്ങളുടെ ഭർത്താവിന് പരസ്പരം വില വേണമല്ലേ. നിങ്ങൾ വില കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരേറെ വില കൊടുക്കും. പരസ്പരം ബഹുമാനം. നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളെ ഭാര്യ വട്ടായിരിക്കും, അല്ലെങ്കിൽ അവളെ കൊള്ളത്തില്ലായിരിക്കും. പക്ഷെ പുതിയവർക്ക് അവളൊരു പുതിയതാണ്. അവിടെ വിലയാണ്. പരസ്പരം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ജീവിതം അടിപൊളിയാവും. സെക്സ് മാത്രമല്ല ജീവിതം, സ്നേഹം 100% സ്നേഹം കൊടുക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പിന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നത്, അത് പോട്ടെ, എല്ലാം പോട്ടെ എന്ന് കളയാനല്ല. എല്ലാത്തിലും ഒരുപാട് പൊരുളുകളുണ്ട്. നിങ്ങൾ ആലോചിച്ചാൽ കിട്ടും കേട്ടോ. ഇത് മയക്കെടുക്കണമെന്ന് വിചാരിച്ച് കൊച്ചെടുത്തിട്ട് എവിടെയോ വെച്ച്. ഇപ്പോൾ ഉറങ്ങുന്ന സമയം, ഓള് സ്കൂളിലും പോയി. അപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ ഓടി വന്നതാണ് ഞാൻ. മനസ്സിലായോ? ഒരുപാട് പൊരുളുകളുണ്ട് ഞാൻ പറയുന്നതിൽ, ഒരുപാട് അർത്ഥവത്തുകളുണ്ട്. സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ മേക്കപ്പ് ഐറ്റംസിൽ പറ്റിക്കുന്നൊരു ഐറ്റംസ് ഉണ്ട്. ആ മേക്കപ്പ് യൂസ് ചെയ്യാറില്ല, കാരണം ക്യാൻസർ വരും, വലിയ വലിയ അസുഖങ്ങൾ വരും. അതുകൊണ്ട് അപ്പം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഐലൈനർ. അതും അങ്ങനെ എഴുതാറില്ല, അല്ലെങ്കിൽ കൺമഷി. അപ്പം ഐലൈനറിന് വെയിറ്റ് കൂടാനായിട്ട്, നമ്മളെ പറ്റിക്കാനായിട്ട് അതിൻ്റെ അകത്തൊരു സാധനം വരും, ചെറിയ മുത്ത്. അപ്പം നമ്മളതെടുക്കുമ്പോൾ നല്ല വെയിറ്റ് തോന്നും. കുലുക്കി നോക്കുമ്പോൾ ഒന്നും കാണില്ല. നിങ്ങൾ ഉപയോഗിച്ച് എല്ലാത്തിലും ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ 100ൽ 90 എണ്ണത്തിലും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഐലൈനർ ഉപയോഗിച്ച് തീർന്നിട്ട് അതിനകത്ത് മുത്ത് ഉണ്ടാന്ന് നോക്കണം, ചെക്ക് ചെയ്യണം. അപ്പം അതിൽ തൂക്കം കൂടാൻ വേണ്ടിയിട്ടാണ് അവരതിൽ മുത്തിടുന്നത്. അതെല്ലാം തന്നെ കണ്ണിന് കേടാണ്. മനസ്സിലായോ? ആനക്കാര്യത്തിൻ്റെ ചേനക്കാര്യം പറയാം. നമുക്ക് പറയട്ടെ. ചീനച്ചട്ടിയില്ലേ, ചീനച്ചട്ടി നമ്മുടെ വീട്ടിൽ എടുക്കാതെ കിടക്കുന്ന സോസ്മാനൊക്കെ പങ്ങച്ചത്തിന് വേണ്ടി കാണിക്കാം. ചീനച്ചട്ടി ഒന്ന് പഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്.
തുരുമ്പൊക്കെ കയറിയ ചീനച്ചട്ടി വീട്ടിലുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി നല്ല ഉണങ്ങിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ, ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. പച്ച വെളിച്ചെണ്ണ, നല്ലെണ്ണ ഇല്ലാത്തവർ പച്ച വെളിച്ചെണ്ണ നോക്കാം. ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. നന്നായിട്ട് തൂത്ത് 2 ദിവസം വയ്ക്കുക. 2 ദിവസം വേണ്ട, 1 ദിവസം തന്നെ വെച്ചാൽ മതി. 1 ദിവസം വെച്ചിട്ട് മൂടി വെക്കണം നന്നായിട്ട്. പിന്നെ സോപ്പ് ഇടരുത്. നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ മീനൊക്കെ അധികം എണ്ണ ചേർക്കാതെ ഡ്രൈ ആയിട്ട് പൊരിച്ചെടുത്ത് ഭയങ്കര ടേസ്റ്റാണ്. എണ്ണയില്ലാതെ മീൻ പൊരിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പക്ഷേ അടി പിടിക്കുവാണെങ്കിൽ ഒരു തുള്ളി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ചട്ടി പഴക്കാനുള്ളൊരു ഐഡിയയും കൂടെ ഞാൻ പറയുന്നത്. അതായത് ആ ചീനച്ചട്ടി നല്ല കറുത്ത് കിട്ടും. ഈ ഇതുപോലെ എല്ലാം ഇങ്ങനെ പറ്റിച്ച് 2 ദിവസം പൊരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു കരിഞ്ഞ മീനിട്ട് പൊരിച്ചെടുത്താലും മതി. അപ്പോൾ അതിൽ കറുപ്പിങ്ങനെ പിടിച്ചിരിക്കും, പോത്തില്ല. എന്നിട്ട് ചട്ടകം കൊണ്ട് ഇളക്കി കളഞ്ഞിട്ട് പിന്നെ എണ്ണ തൂത്ത് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് പഴകും. പിന്നെ ചട്ടി പഴക്കുന്നത് പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ച് ഒക്കെ വെച്ചിട്ടാണ് നമ്മളുമ്മ പറയുന്നത്. കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ വെച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് തിളപ്പിച്ച് അങ്ങനെയൊക്കെയാണ് ചട്ടികളൊക്കെ പഴക്കി വരുന്നത് പണ്ടത്തെ ആൾക്കാർ. പക്ഷേ ചട്ടി കറി വെക്കുന്ന ഒരു ടേസ്റ്റ് അല്ലേ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി വെച്ചാൽ നമുക്ക് കിട്ടില്ല അല്ലേ. മീൻകറി എപ്പോഴും ചട്ടിയിൽ വെക്കണം. ഒരു കീറ് തക്കാളിയൊക്കെ ചേർത്ത് 2 കഷ്ണം കുടമ്പുളിയൊക്കെ ടേസ്റ്റി ആയിരിക്കും അല്ലേ. അപ്പം ഈ ചട്ടി ഇല്ല, ചട്ടി പൊട്ടിയൊക്കെ പോയെങ്കിൽ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൽ കറി വെക്കുന്നവർ കാണുമല്ലേ. അപ്പോൾ എൻ്റെ ചട്ടി ഈടെ പൊട്ടിയായിരുന്നു. അപ്പം നമുക്ക് മീൻകറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മീൻകറിയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീലിൽ കറി വയ്ക്കുന്നതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അപ്പം നല്ല അരപ്പും തിളയ്ക്കുന്ന ഉപ്പും കുടംപുളിയൊക്കെ ഇട്ടിട്ടാണല്ലോ. അപ്പോൾ സ്റ്റീലിൽ വെക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല തിളച്ചിതായി വരുമ്പോഴല്ലേ നമ്മൾ ഉപ്പ് കുടംപുളി ഇടുന്നത്. ആദ്യം ഇടാറില്ലല്ലോ, എല്ലാവർക്കും അറിയാം. എങ്കിലും എൻ്റെ ഉമ്മ അങ്ങനെ കറി വെക്കുന്ന രീതിയാണ് പറഞ്ഞത്. അപ്പം നല്ല തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ ഉപ്പും 2 കഷ്ണം കുടംപുളിയൊക്കെ ചേർത്ത്, കുടംപുളി ഇച്ചിരി നേരത്തെ ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് അഴുക്ക് കളഞ്ഞിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. 4 കഷ്ണം ഇടേണ്ടടുത്ത് 2 കഷ്ണം ഇട്ടാൽ മതി. കാര്യം പുളി ഇറങ്ങും, മനസ്സിലായോ? അപ്പം സ്റ്റീൽ വെക്കുന്ന കാര്യമാണ് പറയുന്നത്. നമ്മുടെ പിഴുപുളി ഇല്ലേ, ഒരു 3 ചുള പിഴുപുളി കഴുകിയിട്ട് അതിൻ്റെ കൂടെ ഇടണം. അതായത് ആ കുടംപുളിയുടെ കൂടെ ഇടണം. അപ്പോൾ നല്ല തിളച്ച് കഴിഞ്ഞല്ലേ നമ്മൾ മീനൊക്കെ ഇടുന്നത്. എന്നിട്ട് പിഴുപുളി ഒരു 2-3 കഷ്ണം ഇടണം. നല്ല കറി കുറുകയാകുമ്പോൾ നല്ല ചട്ടിക്കറിയുടെ ടേസ്റ്റ് കിട്ടും. ചട്ടി ഇല്ലെങ്കിലും ചട്ടിക്കറിയുടെ ടേസ്റ്റ് കിട്ടും. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സുഖവും സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ